എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ബബിതയോട് വൈജയന്തി പറയുന്നുണ്ടായിരുന്നു, അലീന അധിക കാലമൊന്നും ആ വീട്ടിൽ സുഖിച്ച് കഴിയില്ല. അവളുടെ തലയ്ക്ക് മീതെ എൻ്റെ പ്രാക്കുണ്ടെന്ന് പറയുമ്പോൾ ബബിത കളിയാക്കിക്കൊണ്ട് ചോദിക്കുന്നുണ്ട്, അവൾ മുടിഞ്ഞു പോവും, നശിച്ചു പോകും എന്നൊക്കെയല്ലേ, അതൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുള്ളതാണെന്ന് പറയും കേട്ടോ. അപ്പോൾ വൈജയന്തി അവിടെ ബെഡിലുണ്ടായിരുന്ന ഒരു കവർ എടുത്തിട്ട് ഇങ്ങനെ ബബിതയുടെ നേരെ നീട്ടിട്ടു. നീ ഇത് കണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ബബിത അത് വാങ്ങിയിട്ട് അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കിയിട്ട് വായിച്ച് നോക്കിയിട്ട് വൈജയന്തിനോട് ചോദിക്കുന്നുണ്ട്, ഇത് എഗ്രിമെൻ്റ് അല്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ അതെ, അത് ഞാൻ എടുത്ത വാടക വീടിൻ്റെ എഗ്രിമെൻ്റ് ആണ് എന്ന് പറയും. അപ്പോൾ അമ്മ വാടക വീട് എടുത്ത് മാറാൻ തന്നെ തീരുമാനിച്ചോ, ഇനി അമ്മ വീട്ടിലേക്ക് തിരിച്ചു വരുന്നില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന അവിടെ ഉണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് കാല് കുത്തില്ല എന്നാണ് കേട്ടോ വൈജയന്തി പറയുന്നത്. അപ്പോൾ അമ്മ വീട് കണ്ടോ എന്ന് ചോദിക്കും ബബിത. അപ്പോൾ ആ വീടിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ എൻ്റെ മൊബൈലിലേക്ക് അയച്ചു തന്നിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ബബിതയ്ക്കും അതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ബബിതയാണെങ്കിലും വീടൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ. ബബിതയ്ക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നീട് ബബിത വീട്ടിലേക്ക് തിരിച്ചു വരികയാണ്. ഓട്ടോയിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഓട്ടോക്കാരനോട് കൂലി ചോദിക്കുന്ന സമയത്ത് 100 രൂപ എന്നാട്ടോ പറയുന്നത്. അപ്പോൾ ടൗണിൽ നിന്ന് ഇവിടെ വരെയോ എന്ന് ചോദിക്കും. എന്നാൽ പിന്നെ 200 തന്നേക്കെന്ന് പറയും കേട്ടോ അയാൾ. അപ്പോൾ 500 രൂപ എടുത്ത് കൊടുക്കും. എന്നിട്ട് 300 രൂപയെ തിരിച്ചു കൊടുക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ബാക്കിയോ നോക്കുമ്പോൾ അയാൾ ചില്ലറല്ല എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പോവേ. ഇത് കൊള്ളാലോ എന്ന് ബബിതയും പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ദേഷ്യത്തിൽ അങ്ങ് അവിടെ ചെന്ന് കോളിംഗ് ബെല്ല് അടിക്കും. അപ്പോൾ കൃഷ്ണമോൾ വന്ന് ഡോറ് തുറക്കുന്നുണ്ട്. കൃഷ്ണമോൾ യൂണിഫോം ഒന്നും മാറിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ബബിത ചോദിക്കുന്നുണ്ട്, നീ ഇപ്പോഴും യൂണിഫോം ഒന്നും മാറിയില്ലേന്ന്. അപ്പം ഞാൻ പറഞ്ഞില്ലേ എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറയും. അപ്പം നീ എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ഇല്ല, ബബിതേച്ചും കൂടി വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു എന്ന് പറയുമ്പോൾ ബബിത ചോദിക്കുകയാണ്, അതിനിവിടെ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന്. അപ്പോൾ അലീന ചേച്ചി എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടാണ് പോയതെന്ന് പറയും കേട്ടോ. അതേതായാലും നന്നായി, അത് അവളുടെ കടമയാണല്ലോ, അത് അവൾ ചെയ്യേണ്ടത് തന്നെയാണെന്ന് പറയുമ്പോൾ ചേച്ചി ഉണ്ടാക്കി വെച്ചില്ലായിരുന്നെങ്കിലോ എന്ന് നോക്കുമ്പോൾ എന്നാൽ പിന്നെ അവൾ പണി അറിഞ്ഞേനെ എന്ന് പറയും കേട്ടോ. അവൾക്ക് പണി കിട്ടിയേനേന്ന് പറയുമ്പോൾ അലീന ചേച്ചി ഉണ്ടാക്കി വെച്ചില്ലെങ്കിൽ ബബിതേച്ചിയുടെ വയറിന് പണി കിട്ടിയേനെ എന്നിങ്ങനെ കളിയാക്കിക്കൊണ്ട് കൃഷ്ണമോളും പറയുന്നുണ്ട്. പിന്നീട് കൃഷ്ണമോൾ ഉച്ചയ്ക്ക് ഇങ്ങനെ സ്കൂളിലേക്ക് കൊണ്ടുവരുന്ന ലഞ്ച് ബോക്സ് എടുത്ത് വന്നിട്ട് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. എനിക്കിത് മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ബബിത കൈയൊക്കെ കഴുകി വന്നിട്ട് കൃഷ്ണമോളോട് ചോറ് വിളമ്പി കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ കൃഷ്ണമോൾ പറയും, ബബിതേച്ചിക്ക് ഇങ്ങനെ കൈയിനും കാലിനും കുഴപ്പമൊന്നുമില്ലല്ലോ, ഒരു പണി എടുക്കാൻ വയ്യല്ലേ, തന്നെ എടുത്ത് കഴിച്ചോ എന്ന് പറയുമ്പോഴേക്കും കൃഷ്ണമോളുടെ കയ്യിലുണ്ടായിരുന്ന ആ ലഞ്ച് ബോക്സ് അങ്ങ് തട്ടിപ്പറിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോൾ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ വല്ലവരുടെയും ഇങ്ങനെ ഫുഡ് തട്ടിപ്പറിക്കുന്നത് അത്ര നല്ല ശീലം നല്ല എന്ന് പറയുമ്പോൾ, നീ എൻ്റെ കൂടപ്പിറപ്പല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല എന്നാണ് കേട്ടോ പറയുന്നത്. എന്നിട്ട് കൃഷ്ണമോളാണെങ്കിലും അവിടുന്ന് ദേഷ്യപ്പെട്ടുകൊണ്ട് അടുക്കളയിലേക്ക് പോയിട്ട് പിന്നെ അവിടുന്ന് പ്ലേറ്റിൽ ചോറും കറിയൊക്കെ എടുത്ത് വന്ന് അവിടെ ഇരിക്കുന്നുണ്ട്. ബബിതയാണെങ്കിൽ അപ്പോഴേക്കും എല്ലാം എടുത്ത് വെച്ച് കഴിക്കാൻ തുടങ്ങിയിരുന്നു. കുറച്ച് മാറിയായിട്ട് ഇരിക്കുന്നത് ബബിതയുടെ അടുത്ത് നിന്ന്. അപ്പോൾ കൃഷ്ണമോളോട് ചോദിക്കുന്നുണ്ട്, നീ എന്താ അവിടെ പോയിരിക്കുന്നതെന്ന്. അപ്പോൾ എൻ്റെ പ്ലേറ്റിൽ നിന്ന് കൈയിട്ട് വരുന്നൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയുകയും ചെയ്യുന്നുണ്ട് കൃഷ്ണമോള്. എന്നിട്ട് ബബിത ചോദിക്കുകയാണ്, ഞാൻ അമ്മയുടെ അടുത്ത് പോയി വന്നതല്ലേ, എന്നിട്ട് നീ അമ്മയുടെ വിശേഷമൊന്നും എന്താ ചോദിക്കാത്തതെന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ അമ്മേനെ ഇന്നലെയും വിളിച്ചതാണല്ലോ, അവിടെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഇല്ലയെന്ന് എനിക്കറിയാലോ എന്ന് പറയും കേട്ടോ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, അതുപോലെ തന്നെ നിന്നെയും കുറേ പറഞ്ഞു എന്ന് പറയും കേട്ടോ. അലീന അച്ഛനെയും കൂട്ടി എറണാകുളത്ത് പോയത് അമ്മേനോട് ഇങ്ങനെ വിളിച്ചറിയിക്കാത്തതുകൊണ്ട് എന്ന് പറയുമ്പോൾ അതെങ്ങനെ അമ്മ അറിഞ്ഞു എന്ന് കൃഷ്ണമോള് ചോദിക്കുന്നുണ്ട്. അപ്പോൾ കമലാൻറ്റി രാവിലെ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു, കമലാൻറ്റി പറഞ്ഞതാണെന്ന് പറയും. അപ്പോൾ കമലാൻറ്റി അതെങ്ങനെ അറിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ബബിത പറയുന്നുണ്ട്, അതൊന്നും എനിക്കറിയില്ല എന്ന്. പിന്നീട് വൈജയന്തി വാടക വീട് എടുത്ത് മാറുന്ന കാര്യം, വാടക വീട് എടുത്ത കാര്യമൊക്കെ ബബിത കൃഷ്ണമോളോട് പറയുന്നുണ്ട്. അപ്പം അമ്മ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു വരില്ല അല്ലേ, അപ്പോൾ ഈ കുടുംബം സ്പ്ലിറ്റ് ആവുമല്ലേ എന്നൊക്കെ കൃഷ്ണമോൾ ചോദിക്കുമ്പോൾ അത് ഉറപ്പല്ലേ എന്ന് പറയൂ കേട്ടോ. പിന്നീട് ബബിതയാണെങ്കിലും അമ്മയുടെ കൂടെ പോകുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം, എന്നാലേ അമ്മയ്ക്ക് ഇങ്ങനെ അമ്മ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ കൃഷ്ണമോൾ ബബിത പറയുകയാണ് കൃഷ്ണമോളോട്, നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അത് അമ്മയുടെ കൂടെയാണ് നിൽക്കേണ്ടത്, രോഹിയേട്ടനും ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോൾ അങ്ങോട്ടേക്ക് വന്നോളും, നമ്മളെല്ലാവരും ഒന്നിച്ച് നിൽക്കണം, അപ്പോഴേ അച്ഛൻ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലാവുള്ളൂ എന്നാണ് കേട്ടോ ബബിത കൃഷ്ണമോളോട് പറയുന്നത്. അപ്പോൾ കൃഷ്ണമോൾ കഷ്ടം, എനിക്കിപ്പോൾ ആ വാക്ക് മാത്രമേ പറയാൻ തോന്നുന്നത് ഇങ്ങനെ പറയുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് അവരിരുന്ന് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് DYSPയുടെ ഓഫീസാണ് കാണിക്കുന്നത്. ബാലചന്ദ്രനും അലീനയും കുര്യച്ചൻ്റെ മോൻ ജോബിച്ചായനും കൂടെ DYSPനെ കാണാനായിട്ട് ചെന്നിട്ടുണ്ട്. അപ്പോൾ ഒരു പരാതി പോലെ എഴുതി കൊടുത്തിട്ടുണ്ട് കേട്ടോ DYSPയുടെ കയ്യിൽ ബാലചന്ദ്രൻ. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കിക്കൊണ്ടാണ് അദ്ദേഹം ഇരിക്കുന്നത്. അപ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ടായിരുന്നു, ഒരു പരാതി പോലെ എല്ലാ കാര്യങ്ങളും എഴുതിയെന്നേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം അത് വായിച്ച് ആദ്യം തന്നെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ, പോലീസിനൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളത്. അപ്പോൾ അലീനയോട് ചോദിക്കും, അന്ന് നിന്നെ ഇറക്കാൻ വേണ്ടിയിട്ടല്ലേ ഞാൻ സ്റ്റേഷനിൽ വന്നതെന്ന് ചോദിക്കുമ്പോൾ അതേന്ന് പറയുന്നുണ്ട്. അപ്പം അതിനുശേഷം DYSP ചോദിക്കുന്നുണ്ടായിരുന്നു, അങ്ങനെ നീ ഇങ്ങനെ കോളനിയിലേക്ക് പോയി
പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിന്നെ എല്ലാവരും കൂടെ അവിടെ ഇങ്ങനെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ അങ്ങനെ ശ്രമിച്ചല്ലോ, അന്ന് ഇങ്ങനെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടായിരുന്നു, എന്നിട്ട് നിനക്ക് അവർക്കെതിരെ ഒരു പരാതി ഇല്ല എന്നല്ലേ നീ പറഞ്ഞത് എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ എന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, അതെല്ലാം ചെറുപ്പക്കാരായിരുന്നു, പിന്നീട് അവരുടെ ജീവിതം കോടതിയിലും സ്റ്റേഷനിലും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ നശിച്ചു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാ പോലീസ് എല്ലാവരും ഇങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ പോലീസിൻ്റെ ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം കുറച്ച് ദേഷ്യത്തിലാണ് കേട്ടോ സംസാരിക്കുന്നത്. എന്നിട്ട് നീ ഇങ്ങനെ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോയത് അങ്ങനെ ചോദിക്കുന്നുണ്ട്. ശരണ്യയുടെ അടുത്ത് എന്തിനാ പോയതെന്ന് ചോദിക്കുമ്പോൾ അവളാകെ തകർന്ന് കിടക്കുകയായിരുന്നു, അവളെ ഒന്ന് ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം, ഞാൻ അവൾക്ക് കെയർ കൊടുക്കാൻ വേണ്ടി പോയതാണെന്ന് പറയും. അപ്പോൾ DYSP ചോദിക്കുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ ചോർത്തിയെടുത്തു അല്ലേ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, ഞാൻ ചോർത്തിയെടുത്തതൊന്നുമല്ല, ഞാൻ അവളോട് ഒന്നും ചോദിച്ചിട്ടില്ല, അവളിങ്ങനെ കുറ്റബോധം തോന്നി എന്നോട് പറഞ്ഞതാണ് എന്ന് പറയുന്നുണ്ട് കേട്ടോ. DYSP അപ്പോൾ പറയുന്നുണ്ടായിരുന്നു, അങ്ങനെ അന്ന് ശരണ്യം പോലീസിന് മൊഴി കൊടുത്ത സമയത്ത് 4 പ്രതികളുടെയും പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ പോലീസിന് കാര്യങ്ങൾ ഇങ്ങനെ നീക്കാൻ പറ്റുള്ളൂ, അന്വേഷിക്കാനും ഒക്കെ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ ശരണ്യം മൊഴി മാറ്റി പറയണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പാർട്ടി നേതാവും സമുദായ നേതാവും ശരണ്യയുടെ അച്ഛനും എല്ലാവരും കൂടെ DYSPനെ കാണാൻ വന്ന കാര്യം പറയുന്നുണ്ടായിരുന്നു. പ്രതിയുടെ വീട്ടിൽ നിന്ന് ഒരു പെണ്ണിനെ അയച്ചിട്ട് അവർ കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊക്കെ അവർ എന്നോട് പറഞ്ഞതാണ്. ഇനിയിപ്പോൾ അപ്പോൾ ജോബിച്ചൻ ചോദിക്കുന്നുണ്ട്, ഈ പറയുന്ന തെറ്റ് ഇങ്ങനെ ആ പ്രതി ചെയ്തിട്ടില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് അയാളെ രക്ഷിക്കാൻ പറ്റില്ലേ എന്ന് ചോദിക്കുമ്പോൾ DYSP പറയും, ശരണ്യയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇങ്ങനെ കേസ് ഇതാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. ശരണ്യ മൊഴി മാറ്റി പറയണം, അല്ലാതെ ഇനിയിപ്പോൾ പോലീസ് അതിൽ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവർ ഇനി വലിയ പ്രശ്നം ഉണ്ടാക്കും, പോലീസ് വലിയ കൈക്കൂലി വാങ്ങിച്ചിട്ട് കേസ് അട്ടിമറിച്ചതാണെന്ന് പറയും, അവർ വലിയ പ്രക്ഷോഭം തന്നെ ഉണ്ടാക്കും എന്നൊക്കെ വെല്ലുവിളിച്ചിട്ടാണ് പോയത് എന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് പോലീസിനൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്, തെറ്റ് ചെയ്യാത്ത നിരപരാധിയായ എൻ്റെ മകനെ വെറുതെ ശിക്ഷ കൊടുക്കണമെന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് അവനെ അങ്ങനെ വെളുപ്പിക്കാനൊന്നും നോക്കണ്ട, അവൻ ഇങ്ങനെ എല്ലാം അറിഞ്ഞുകൊണ്ടാണല്ലോ, അവിടെ ഒരു പീഡനം നടക്കുന്ന അറിഞ്ഞുകൊണ്ടാണല്ലോ ആ വീട്ടിലേക്ക് പോയത്, അവിടെ ചെന്നപ്പോഴാണ് അവന് കാര്യങ്ങൾ കൊഴിഞ്ഞു പോകുന്നു മനസ്സിലായതും അവൻ എസ്കേപ്പ് ആവാൻ നോക്കിയതും, അതുകൊണ്ട് അങ്ങനെ വെളുപ്പിക്കാൻ നോക്കണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് DYSP തീർത്ത് പറയുകയാണ്. അപ്പോൾ കുര്യച്ചനും ബാലേന്ദ്രനോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ കാര്യങ്ങൾ മനസ്സിലായല്ലോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രനും ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായതുകൊണ്ട് പിന്നീട് ഒന്നും മിണ്ടാതെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ DYSP വിചാരിച്ചാലും കാര്യം നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ട് തന്നെ പിന്നെ അവർ അവിടുന്ന് തിരിച്ചു പോരുകയാണ് കേട്ടോ. അവർ വീട്ടിലെത്തുന്ന സമയത്ത് സിറ്റ് ഔട്ടിൽ തന്നെ ബബിതയും കൃഷ്ണമോളൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അലീന കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് കൃഷ്ണമോളോട് ചോദിക്കും, മോളെന്താ ഡ്രസ്സൊന്നും മാറാതെ ഇരിക്കുന്നതിന്, അപ്പോൾ ഞാൻ ഇങ്ങനെ നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു എന്ന് പറയുവേ. അപ്പോൾ പോയ കാര്യം എന്തായി എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു, വഞ്ചി ഇപ്പോഴും അങ്ങനെ തിരുനക്കരയാണ്, അങ്ങനെ ഒരു പഴഞ്ചൊല്ല് നീ കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ മോൾ എന്തായാലും വന്ന് ഡ്രസ്സൊക്കെ മാറി, ഞാൻ കോഫി എടുക്കാമെന്ന് പറഞ്ഞിട്ട് കൃഷ്ണമോളെയും കൂട്ടിയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലും കേട്ടോ. അപ്പോഴേക്കും ബാലേന്ദ്രനും അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ ബബിത വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അച്ഛാ പോയ കാര്യം എന്തായിന്ന്. അപ്പം നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നുമല്ല, കാര്യങ്ങൾ അത്ര ഈസി അല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവർ ഇങ്ങനെ സഹകരിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ അവരെല്ലാവരും നന്നായിട്ട് സഹകരിച്ചു, പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അച്ഛൻ ഇവിടെ വന്നിരിക്കുമെന്ന് പറയും കേട്ടോ ബബിത. അങ്ങനെ പിന്നെ ബാലേന്ദ്രൻ അവിടെ വന്നിരിക്കും. അപ്പോഴും ബബിത ചോദിക്കുന്നുണ്ട്, അവർക്ക് എന്താ വേണ്ടത്, പണമാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ പറയും, പണമാണെങ്കിൽ നമ്മൾ കൊടുത്തേനെ, പക്ഷേ അവർക്ക് ചോരയല്ലേ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഒരു അവസാന വഴി എന്നോണാണ് അങ്ങോട്ടേക്ക് പോയത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ബാലേന്ദ്രനും ആകെ നിരാശയിലാണ്. കൃഷ്ണമോളും അപ്പോഴേക്കും അവിടേക്ക് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രോഹിതേട്ടനെ രക്ഷിക്കാൻ പറ്റില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴും ബാലേന്ദ്രൻ ആകെ നിരാശയിലാണ്. പിന്നീട് അലീന ചായ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ ബാലേന്ദ്രൻ്റെ വിഷമം കണ്ടിട്ട് അലീന പറയുന്നുണ്ടായിരുന്നു, അച്ഛൻ ഇങ്ങനെ വിഷമിക്കല്ലേ എന്നിങ്ങനെ പറയും. അപ്പോൾ ഇങ്ങനൊരു ഭംഗിവാക്ക് പറയാനല്ലാതെ എന്താ മോളെ അതുകൊണ്ട് പ്രയോജനം എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ അലീന പറയും, അച്ഛൻ ഞാൻ പറയുന്നത് കേട്ടിട്ട് തെറ്റിദ്ധരിക്കല്ലേ, എനിക്കിപ്പോഴും അവളുടെ മനസാക്ഷിയിൽ വിശ്വാസമാണ്, കാരണം ഞാൻ അവൾക്ക് അത്രയും സ്നേഹമൊക്കെ കൊടുത്തതാണ് എന്നിങ്ങനെ പറയൂ കേട്ടോ. അപ്പോഴാണ് ബാലേന്ദ്രന് ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ തലയാട്ടിക്കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് അലീന റൂമിലേക്ക് വന്നതാണ് കേട്ടോ. മൂക്കൊക്കെ ഒന്ന് കഴുകാൻ വേണ്ടിയിട്ട്, ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് വന്നതാണ്. അത് കഴിഞ്ഞ് പിന്നീട് രേവതിക്കുട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. രേവതിക്കുട്ടി ഇങ്ങനെ അലീന അവിടുന്ന് പോകുന്നതിൻ്റെ പരിഭവമൊക്കെ പറയാൻ വിളിച്ചതാണ് കേട്ടോ. ആദ്യം അതൊക്കെ പറയും. പിന്നീട് അലീന പറയുന്നുണ്ടായിരുന്നു, ഞങ്ങൾക്ക് അങ്ങനെ ഒരു അവസ്ഥയായതുകൊണ്ടാണ് പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഇങ്ങനെ കുര്യച്ചൻ സാറിൻ്റെ കൂടെ DYSPയുടെ ഓഫീസിലേക്കൊക്കെ പോവേണ്ടി വന്നു, ആ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ടാണെന്നൊക്കെ രേവതിക്കുട്ടീനോട് പറയുന്നുണ്ടായിരുന്നേ. അപ്പോൾ പോയ കാര്യം എന്തായി, നടക്കുമെന്നൊക്കെ രേവതിക്കുട്ടി ചോദിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഇനിയിപ്പോൾ ശരണ്യ മൊഴി മാറ്റി പറഞ്ഞാലേ രക്ഷയുള്ളൂ എന്നാണ് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ ചേച്ചിക്ക് ചേച്ചിയുടെ ആങ്ങളെ ആയതുകൊണ്ട് ചിലപ്പോൾ അവനോട് സഹതാപമൊക്കെ തോന്നും, പക്ഷേ എനിക്കൊരു സഹതാപം തോന്നുന്നില്ല എന്ന് പറയൂ കേട്ടോ.
അതുപോലെ തന്നെ അന്ന് അലീന ചേച്ചീനോടും അവൻ ഇങ്ങനെ ഇതേ കാര്യം ചെയ്തതാണല്ലോ, അപ്പോൾ ഇത് ഹരിയുടെ കൂടെ കൂടിയിട്ടാണ് എന്നാണ് കേട്ടോ അലീന പറയുന്നത്. ഇതും കരിയുടെ കൂടെ കൂടി തന്നെയാണല്ലോ ഇത് ചെയ്തത്, അവിടെ അങ്ങനെ നടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ അങ്ങോട്ട് പോയത്. അതുകൊണ്ട് ഞാനൊന്നാണെങ്കിൽ ഒരിക്കലും ജാമ്യം, ഞാൻ ജഡ്ജി ആയിരുന്നെങ്കിൽ ഒരിക്കലും ജാമ്യം കൊടുക്കില്ലായിരുന്നു എന്ന് പറയുമ്പോൾ അലീന കളിയാക്കിക്കൊണ്ട് പറയും നീ ജഡ്ജി ആവാത്തത് നന്നായി എന്ന്. അപ്പോൾ ഇനിയിപ്പോൾ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് LLB ഒക്കെ എടുത്ത് പതിയെ പതിയെ ഞാൻ ജഡ്ജി ആവില്ല എന്ന് ചേച്ചിക്ക് പറയാനൊന്നും പറ്റില്ലല്ലോ എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞാൽ പോരാ, ആവണം എന്ന് പറയൂ കേട്ടോ. അപ്പോൾ ശരണ്യയ്ക്ക് മൊഴി മാറ്റി പറയാലോ, ചേച്ചി അവളോട് അത്രയും സ്നേഹം കരുണയൊക്കെ കാണിച്ചതല്ലേ, ആ വീട്ടുകാർക്കും അതൊക്കെ ഓർക്കാലോ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു ശരണ്യയുടെ അമ്മയും അച്ഛനൊക്കെ പാവങ്ങൾ തന്നെയാണ്, പക്ഷേ അവർക്കിങ്ങനെ ഒന്നും ചെയ്യാൻ കഴിയില്ല, അവരുടെ പിറകിൽ ഇങ്ങനെ പാർട്ടി അതുപോലെ തന്നെ സമുദായക്കാരൊക്കെ ഉണ്ട്, അത് അവർ പറയുന്നത് മാത്രമേ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ടാണെന്ന് പറയുമ്പോൾ ശരണ്യയ്ക്ക് ഇങ്ങനെ മാറി ചിന്തിക്കാലോ. അവളിങ്ങനെ ഒരുത്തനെ വിശ്വസിച്ചു, അവൻ ഇങ്ങനെ അവളെ കൊണ്ടുപോയി ചതിച്ചു, അപ്പോൾ ഞാൻ കാരണം തെറ്റ് ചെയ്യാത്ത ഒരാളും കൂടെ ഇങ്ങനെ ശിക്ഷിക്കപ്പെടേണ്ടല്ലോ എന്ന് ഓർത്ത് ഇങ്ങനെ മൊഴി മാറ്റി പറഞ്ഞൂടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ അലീന പറയുന്നുണ്ടായിരുന്നു അവൾക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നേ, അവളുടെ പിറകിലും ഇങ്ങനെ എല്ലാവരും പാർട്ടിയും നേതാക്കന്മാരും എല്ലാവരും ഉണ്ടല്ലോ, അപ്പോൾ അവർ പറയുന്ന പോലെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ, അവൾ നിന്നെപ്പോലെ ഒരു പാവം കുട്ടിയാണ്, അവൾ ആദ്യം കണ്ടപ്പോൾ എനിക്ക് നിന്നെയാണ് ഇങ്ങനെ ഓർമ്മ വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് ആ കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് അലീന അങ്ങനെ രേവതിക്കുട്ടി വരാതെ അവിടുന്ന് പോകുന്നതിന് 2 ദിവസം അവിടെ നിൽക്കാൻ വരണം എന്നൊക്കെ രേവതിക്കുട്ടി പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ശരിയെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചത്. പിന്നീട് പ്രമോ കാണിക്കുന്നുണ്ട്, ശരണ്യനോട് അച്ഛൻ പറയുന്നുണ്ടായിരുന്നു അങ്ങനെ കോടതിയിലേക്ക് പോകാൻ നിൽക്കുമ്പോഴാണെന്ന് തോന്നുന്നുണ്ട് അവന്മാരോടൊന്നും നമുക്ക് ഒരു കുറ്റബോധവും തോന്നേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്, ഒരു അലിവും തോന്നേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട്. പിന്നീട് അതുപോലെ തന്നെ സമുദായ നേതാവ് ആരോ ഒരാളും കൂടെ പറയുന്നുണ്ട് കോടതിയിലെത്തുമ്പോൾ മൊഴി മാറ്റി പറയരുത് എന്ന് കേട്ടോ. പിന്നീട് വൈജയന്തി വാടക വീട് എടുത്ത് മാറുന്ന കാര്യമൊക്കെ അലീനയോട് കൃഷ്ണമോൾ പറയുമ്പോൾ കൃഷ്ണമോളോട് അലീന പറയുന്നുണ്ടായിരുന്നു മാഡം വാടക വീട് എടുത്ത് മാറുകയാണെങ്കിൽ പിന്നെ ഞാൻ അധിക ദിവസമൊന്നും ഇവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് പ്രമോല്